നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ പാട്ട് ഏതായിരുന്നു? ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഴകിയ ലൈല എന്ന് പറയുന്ന ഒരു സോങ്ങാണ്. ആ, ഈ ആദ്യമൊക്കെ പാട്ട് പാടി ഇടാൻ നേരത്തെ ചിന്തിച്ചിരുന്നു ഇത്രയൊക്കെ വൈറലാവും, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും എന്നൊക്കെ? അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞു സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ല, ഇല്ല, ഫോണിലാണ് മച്ചാൻ തകർക്കുന്നത്. ഇതാര് ഈ ഐഡിയ പറഞ്ഞു തന്നേ? അങ്ങനെ ഐഡിയ അല്ല. ഇപ്പോൾ ക്യാമറ ചെയ്യണത് അങ്ങനെയല്ലല്ലോ, ഫോണിൽ ചെയ്യുമ്പോൾ അത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണ ഒരു ഇതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതേപോലെ തന്നെ ചെയ്തു, അത് നല്ലൊരു വ്യൂസ് കിട്ടി, ഒരുപാട് സന്തോഷം. സെലിബ്രിറ്റീസ് ഒക്കെ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞോ? മെസ്സേജ് ആരൊക്കെ പറഞ്ഞോ? എന്താ അനാർക്കലി ചേച്ചി, അതുപോലെ തന്നെ ഹനാൻ ഷാ, കുറച്ച്. അനാർക്കലി അഭിനയിച്ച സിനിമയിൽ തന്നെ അനാർക്കലി വിളിക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. സന്തോഷം. അപ്പൊ നമുക്ക് കൂടുതൽ സംസാരത്തേക്കാൾ ആൾക്കാർ കാത്തിരിക്കുന്നത് പാട്ടിലോട്ടാ. അപ്പൊ ഇനി അടുത്ത വൈറലായ പാട്ടിലോട്ട് പോയാലോ? ഓക്കെ. സിരികിണ വിരിതൾ കൊന്തല ഇங்கே സൂര്യൻ നിലവായാണതുங்கே എൻ മനമിണ്ട് പോണതുங்கே മന്മദനെ ഉണ്ടത് ഇங்கே കണ്ണത് തൊട്ടാൽ പുന്നകை പൊട്ടും വെക്കത് തൊട്ടാൽ പുന്നകை പൊട്ടും മല്ലിക മാട്ട മല്ലിക മുട്ടും പാർത്താൽ പറവും മൂച്ചുമുട്ടും കാലുടിയൊസികൾ കമ്പന കേട്ടിത് അമ്മമ്മ പീക്കോസോവിൽ ഓവിയം എന്നും ബീത്തോവാനിൻ സിംഫണി என்று പെണ്ണായി മാറിയത് അന്തപുരത്ത് മകരാണി ഓ ഓ അന്തപുരത്ത് മകരാണി. ഇതുവരെയാണ് സോഷ്യൽ മീഡിയ പാടിയത്. ഞാൻ അഴകിയലയിലെ വരിയും കൂടെ കേൾക്കണം. അഴകിയ ലേല ഇത് ഇവളുടെ സ്ഥേല സന്തനവേല ഇത് മന്മക പോയല அழகா பூவின் மாநாடா ஓ ஓ அழகுக்கு இவள் தாத்தாய் നാടാ. ഈ പാട്ടിന് മുന്നേ ഞങ്ങൾക്ക് തരാനുള്ളതെന്തോ അറിയാവോ? ഈ കയ്യടിയ. കാരണം എടാ നീ പാടുമ്പോൾ ആ ഒരു എനർജിയും എൻ്റെ മച്ചാനെ പൊളി ഐറ്റം. ഈ എത്രാം വയസ്സ് മുതലാണ് പാട്ട് തുടങ്ങിയത്? ഞാൻ 10 വയസ്സ് മുതലൊക്കെ ഇങ്ങനെ കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് അതിൽ ഫൈനലിസ്റ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോ ഇടുന്നു. ഈ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നോ? പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ സമ്മാനം കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങി. അത് ചെറിയ കാര്യമല്ല. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? അത്യാവശ്യമൊക്കെ. സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ എങ്ങനെ അനുഭവം? സ്കൂൾ അടിപൊളി തന്നെയാണ്, എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 പാട്ട് പാടി. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെ എനിക്ക് ഇത് പാടിയാൽ ഓക്കെ ആവുമെന്ന് തോന്നുന്നൊരു പാട്ട് ഏതാ ഏറ്റവും ഇഷ്ടമുള്ളത്? ഏതാ ഇഷ്ടമുള്ള പാട്ട്? ആവേശം എന്നുള്ള മൂവിയിൽ ഉള്ളൊരു സോങ്ങാണ്. ഓക്കെ, പാടാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന് കുമ്പിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സൊല്ല് ഇവനെ തൊഴുവാനായെന്നും ജനത്തിറക്ക് കാലൊന്നെടുത്തു വച്ചാൽ സ്വർഗം പോലും അണ്ടർവേഡ് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. അടിപൊളി. അപ്പോൾ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പാടാൻ ഒരു ഫോൺ മതി. അത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഉമ്മ ഉപ്പ താത്ത അനിയൻ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അങ്ങനെയല്ല, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാ? ഗുരു ഒക്കെ ഉണ്ടോ? പേരെന്തുവാ? മൻസൂർ കിളിനക്കോട്. ആളാണ് ഇവിടം വരെയൊക്കെ എത്തിച്ചതല്ലേ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസുകാരുടെ എന്ത് ഈ നിമിഷം പറയാനുള്ളത്? ഇതുവരെയുള്ള സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം എന്നാണ് പറയുന്നത്.